Xylem learning anatomies ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ എല്ലാ മക്കളും ഫുൾ സെറ്റ് ആയിട്ട് ഫുൾ പവറിലാണ് ഇന്ന് വന്നിരിക്കുന്നത് മിസ്സിന് അറിയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബേസിക് സയൻസിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സ്വന്തം ജീവനുള്ള വിത്തുകൾ അല്ലെങ്കിൽ സീഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് വിത്തുകളെ പറ്റിയാണ്. അതായത് എന്തൊക്കെ കിട്ടിയാലാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത്, ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ ഉണ്ടാവുന്നത്, ഇനി അതുപോലെ തന്നെ ഇങ്ങനെ വിത്ത് മുളച്ചിട്ട് ഒരു സസ്യമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെടി ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ചെടികളുടെ ഇലകളുടെ പ്രത്യേകത, അതായത് അവയുടെ വെനീഷൻ ശിരാവിന്യാസം എങ്ങനെയാണ്, അതുപോലെ തന്നെ അവയുടെ റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ അവയുടെ വേര് പടലം എങ്ങനെയാണ്, പിന്നെ എങ്ങനെയൊക്കെയാണ് വിത്ത് വിതരണം ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പാഠഭാഗങ്ങളുള്ള ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് വിത്ത് വിതരണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന സസ്യങ്ങളൊക്കെ വിത്ത് വിതരണം ചെയ്യുന്നത് എന്നാണ്. അപ്പൊ പല മാർഗത്തിലൂടെയാണ് വിത്ത് വിതരണം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ, അവയ്ക്ക് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം എന്തറിയണം, എന്താണ് വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് നമുക്ക് അറിയണം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഇപ്പൊ വിത്ത് മുളച്ചാണ് കുറേ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് എല്ലാ സസ്യങ്ങളും ഇതുപോലെ തന്നെ വിത്ത് മുളച്ചിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഹൈബിസ്കസ്, അതുപോലെ തന്നെ എന്താണ് റോസ, അവയൊന്നും എന്താണ് വിത്ത് മുളച്ചല്ല, നേരെ മറിച്ച് അവയുടെ കമ്പുകൾ നമ്മളിങ്ങനെ വെട്ടി പുതിയ വേറൊരു മണ്ണിൽ നമ്മൾ കുഴിച്ചിട്ടിട്ടാണ് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാ ചെടികളും അവയുടെ വിത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ മാംഗോ ട്രീ, അതുപോലെ തന്നെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ട്രീ, അവയുടെയൊക്കെ എന്താണ് വിത്തിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വലിയ മാവുണ്ട്, ആ മാവിന്റെ മാങ്ങയെല്ലാം കൂടി പഴുത്ത് കൊഴിഞ്ഞ് അതിന്റെ ആ ഒരു മണ്ണിൽ തന്നെയാണ് വീഴുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി എന്തുണ്ടാവും, ആ വലിയ മരത്തിന്റെ ചുവട്ടില് ധാരാളം കുഞ്ഞു മാവിൻ തൈകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇങ്ങനെ മാത്രമാണ് സംഭവിക്കുന്നെങ്കിൽ ആ ഏരിയയിൽ മാത്രമേ നമുക്ക് മാവിൻ തൈകൾ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷെ നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മാവുണ്ട് അല്ലെ, കുറേ സ്ഥലത്ത് ഇങ്ങനെ മാവിങ്ങനെ വളർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെയാണ് എല്ലാ സ്ഥലത്തും, അതായത് പല പ്രദേശങ്ങളിൽ ഒരേപോലെയുള്ള മാവിൻ തൈകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതും എങ്ങനെയാണ്, അതൊക്കെ ഈ വിത്ത് വിതരണത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ എന്താണ് വിത്ത് വിതരണം എന്നതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കണം. എന്താണ് വിത്ത് വിതരണം? മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ വിത്ത് വിതരണം എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ സീഡ് dispersal is a process in which seed from the mother plant reach different location. Okay, ഏത് മരത്തിന്റെ അല്ലെങ്കിൽ ഏത് സസ്യത്തിന്റെ വിത്താണോ ആ മാതൃസസ്യത്തിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിനെ അല്ലെങ്കിൽ മറ്റു പ്രദേശത്ത് എത്തിപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ഉദാഹരണങ്ങൾ ഇപ്പൊ മിസ് കാണിച്ചു തരാം. ഈ ഓരോ ഉദാഹരണങ്ങളും ഏത് രീതിയിലാണ് വിത്ത് വിതരണം നടത്തപ്പെടുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇവിടെ ഇതാ 2 ഉദാഹരണം കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ എന്താ ഇവിടെ കാണുന്നത്, യെസ്, അതാണ്ട് ഒരു തെങ്ങുണ്ട്, ആ തെങ്ങിൽ നിന്നും ഒരു തേങ്ങ ഇതാ താഴേക്ക് വീഴുന്നുണ്ട്. താഴെ എന്താണ്, വെള്ളമാണല്ലേ, ആ ഒരു ചെറിയൊരു പുഴയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ആ പുഴയിലൂടെ ഒഴുകി 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 നമ്മുടെ തേങ്ങ ഇതാണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് വന്ന് വീഴുകയാണ് അല്ലെങ്കിൽ വന്ന് എത്തിച്ചേരുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഈ ഒരു സന്ദർഭത്തിൽ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നത് എന്താണ്, വാട്ടർ അല്ലെങ്കിൽ ജലമാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് എന്താരെയാ കാണാൻ സാധിക്കുന്നത്, യെസ്, അപ്പൂപ്പന്താടിയാണ്. ഈ അപ്പൂപ്പന്താടിന്റെ പ്രത്യേകത എന്താണ്, ഇതുപോലെയുള്ള ചെറിയ വിത്തുകളും പൊക്കിക്കൊണ്ടാണ് നമ്മുടെ അപ്പൂപ്പന്താടി ഇങ്ങനെ പറന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ അപ്പൂപ്പന്താടി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ഇത് എന്തിന്റെ ബേസിലാണ് എത്തുന്നത്, കാറ്റിന്റെ ദിശ അനുസരിച്ചാണ് എത്തുന്നത്, അല്ലെങ്കിൽ വിൻഡിന്റെ ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇവിടെ വിത്ത് വിതരണം നടത്തുന്നത് എന്തിന്റെ ബേസിലാണ് മക്കളെ, കാറ്റിലൂടെയാണ്. ഓക്കെ, അപ്പൊ 2 തരത്തില് വിത്ത് വിതരണം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സസ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആരൊക്കെയാണ്, ഒന്ന് കടലാടി, അതുപോലെ തന്നെ അസ്ത്രപ്പുല്ലും, അതായത് ചാഫ്ലവറും ലവ് ഗ്രാസും. ഈ 2 ചെടികളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവയൊക്കെ നമ്മുടെ പറമ്പിൽ കുറേ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് ഒന്ന് പറമ്പിൽ പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സിലും നമ്മുടെ ദേഹത്തിലും ഒക്കെ കുറെ കുഞ്ഞു
കുഞ്ഞി സസ്യങ്ങളുടെ ചില ഭാഗങ്ങൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവയൊക്കെ നമ്മൾ കാണുന്ന മാത്രം നമ്മൾ എന്താ ചെയ്യുക, അത് നമ്മൾ പറിച്ചിട്ട് അവിടെ നിക്ഷേപിക്കുകയോ ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചത് എന്താണ്? ഈ പറയുന്ന ഓരോ സസ്യങ്ങളുടെ വിത്തുകളാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മളും ഈ പറയുന്ന സസ്യങ്ങളുടെ വിത്ത് വിതരണത്തിന് അവരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നല്ല മാംസളമായ ഭാഗം, അതായത് ഇപ്പം ഒരു വീട്ടിൽ നല്ല പേരക്ക ഉണ്ടായെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ മാങ്ങ ഉണ്ടായെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്താണ് ഫാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായെന്ന് വിചാരിച്ചോ, അതൊക്കെ കൊത്തി തിന്നാൻ വേണ്ടി ആര് വരും? പക്ഷികൾ വരും. അതിന്റെ ആ ഒരു ഫ്ലഷി പാർട്ടൊക്കെ നമ്മുടെ ബേർഡ്സിനെ അട്രാക്ട് ചെയ്യും. ആ ബേർഡ്സും എന്താണ്, ഇവയൊക്കെ തിന്നിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് കാഷ്ടിക്കുമ്പോൾ ആ കാഷ്ടത്തില് നമ്മുടെ ഈ പറയുന്ന ഫ്രൂട്ട്സിന്റെ ഒക്കെ സീഡ്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഏത് വഴിയാണ് ഈ പറയുന്ന വിത്ത് വിതരണം നടക്കുന്നത്? ആനിമൽസിലൂടെയും ബേർഡ്സിലൂടെയും, അല്ലെ? ആനിമൽസ്, ബേർഡ്സ്, പക്ഷികളും മൃഗങ്ങളും ഇത്തരം സന്ദർഭങ്ങളിൽ വിത്ത് വിതരണം നടത്തുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ നിങ്ങൾ. അടുത്തത് എന്താണ്? റബ്ബറും അതുപോലെ തന്നെ ബാൽസം അല്ലെങ്കിൽ കാശിത്തുമ്പ. ഇവയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ റബ്ബർ അതിന്റെ ആ ഒരു കായ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിങ്ങനെ പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ വിത്ത് ഇങ്ങനെ ദൂരത്തോട്ട് തെറിച്ചു പോകും. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ കാശിത്തുമ്പയിൽ നടക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ അവ എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? ബൈ ബേസ്റ്റിംഗ് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ കുറേ വിവിധ രീതിയിൽ നമ്മൾ വിത്ത് വിതരണം നടത്തുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കാറ്റ് വഴി, അല്ലെങ്കിൽ എന്താണ് ജലം വഴി, അതായത് ത്രൂ വാട്ടർ ആൻഡ് വിൻഡ്. അതുപോലെ തന്നെ ജന്തുക്കൾ വഴി, ബേർഡ്സ് ആൻഡ് ആനിമൽസ് വഴി, പിന്നെ പൊട്ടിത്തെറിച്ച്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. ഇനി അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ വിത്ത് വിതരണം നടത്തുന്നതിന് അവരെ സഹായിക്കുന്ന കുറച്ച് അനുകൂലനങ്ങളുണ്ട്, അല്ലെങ്കിൽ അവയെ ഇങ്ങനെ വിത്ത് വിതരണം നടത്തുന്നതിന് ആ വിത്തിനുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതും കൂടി മിസ് ഇവിടെ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാ മക്കളും പഠിക്കണം. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കാറ്റിലൂടെ, ബൈ വിൻഡ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, കാറ്റിലൂടെ ഇങ്ങനെ വിത്ത് വിതരണം നടത്തുന്ന വിത്തുകളുടെ പ്രത്യേകത എന്താണ്? സീഡ്സ് ആർ ലൈറ്റർ ആൻഡ് ഹാവ് ഹെയറി പാർട്സ്. അതുപോലെ തന്നെ വെള്ളത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നതിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഏബിൾ ടു ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ദേ ഡോണ്ട് ഡീകേ ഈവൻ ദേ ആർ ഇൻ വാട്ടർ ഫോർ ഫ്യൂ ഡേയ്സ്. അതുപോലെ തന്നെ ബൈ ബേർഡ്സ് ആൻഡ് ആനിമൽസ്, അങ്ങനെ വിത്ത് വിതരണം നടത്തുന്ന വിത്തിന്റെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് ഫ്ലഷി ഫ്രൂട്ട് ആയിരിക്കും, അവയിൽ എന്താണ് പശ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവയ്ക്ക് നല്ല കൂർത്ത അഗ്രഭാഗങ്ങൾ ഉണ്ടാവും, പോയിന്റഡ് ടിപ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മറ്റ് ആൾക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡ്രസ്സിലൊക്കെ പറ്റിപ്പിടിക്കുന്ന രീതിയിലുള്ള ഹുക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് വിതരണം നടത്തുന്ന വിത്തുകളുടെ പ്രത്യേകതയാണ് അവയ്ക്ക് എന്താണ്? അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അവ ദൂരത്തോട്ട് പോകുന്നു. അപ്പൊ ഈ അനുകൂലനങ്ങളും അല്ലെങ്കിൽ ഈ വിത്തുകളുടെ സ്പെഷ്യാലിറ്റീസും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എത്ര രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? ഇങ്ങനെ പല മാർഗത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നതിന് ആ വിത്തിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്നും നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മുടെ വിത്ത് വിതരണത്തിന്റെ വിവിധ മാർഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ എനിവേ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.